ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ദിക. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഞാനൊരു 5 days സ്റ്റഡി ചാലഞ്ച് നടത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ മോഡൽ എക്സാമിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ചാലഞ്ച് നടത്തുന്നത്. പിന്നെ നമ്മുടെ ചാനലിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റഡി ചാലഞ്ചാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു ചാലഞ്ച് നടത്താൻ 2 കാരണങ്ങളാണ് ഉള്ളത്. ഒരെന്ന് പറയുമ്പോൾ ഞാൻ ഈ സ്റ്റഡി വ്ളോഗ് എടുക്കുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ പ്രൊഡക്റ്റീവായി പഠിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ ക്യാമറ ഓണാക്കി അവിടെ ഇരുന്ന് പഠിക്കുമ്പോഴത്തേക്കും ഡിസ്ട്രാക്റ്റഡ് ആവേണ്ട അവിടെ തന്നെ ഞാൻ അങ്ങനെ ഇരുന്ന് പഠിക്കും. അതാണ് ഒരു കാരണം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഈ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മോട്ടിവേഷൻ ആവും എന്നുള്ള രീതിയിലും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഓരോ സ്റ്റഡി ചാലഞ്ച് ഇടുമ്പോഴും നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ പഠിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മോഡൽ എക്സാം പിടിക്കണം. അപ്പോൾ പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിൾ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ആദ്യത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആയിരുന്നു. ഇത് പിന്നെ കുഴപ്പമില്ലാത്തൊരു ടൈം ടേബിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബയോസയൻസ് സ്റ്റുഡൻസിന് കുറച്ചും കൂടി ആശ്വാസമായിട്ടുണ്ടാവും. ബയോളജി പഠിക്കാൻ നമുക്ക് ശനി ഞായറൊക്കെ കിട്ടുന്നുണ്ട്. അതൊരു ആശ്വാസമാണ്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് ആ ഒരു 3 സബ്ജക്റ്റാണ് അതിൻ്റെ ഇടയ്ക്ക് വന്നേക്കുന്നത്. അപ്പോൾ തലേദിവസം എന്തായാലും നമുക്ക് ഫുൾ ഇരുന്ന് പഠിച്ചിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതാണ് കുറച്ച് കൂടുതൽ ഇതിന് മുമ്പേ നമുക്ക് കുറച്ച് കൂടുതൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റഡി ചലഞ്ചിലൂടെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നതും ആ ഒരു 3 സബ്ജക്റ്റാണ്. മെയിനായിട്ട് ഫിസിക്സ് എനിക്ക് ഒന്നും തീർന്നിട്ടില്ല. 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അതും എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യണം. പിന്നെ ബയോളജി അതേപോലെ തന്നെ കുറച്ച് പെൻഡിങ് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ട് ഞാൻ ഒരു സ്റ്റഡി ചലഞ്ചിലൂടെ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ കെമിസ്ട്രി, മാത്സ്, അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ലാംഗ്വേജ് സബ്ജക്റ്റ് പിന്നെ നമുക്ക് അത്യാവശ്യം പഠിക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്റ്റഡി ചലഞ്ചിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നാളെ നമ്മുടെ Day 1 ഓഫ് സ്റ്റഡി ചലഞ്ചിൻ്റെ വീഡിയോ അപ്ലോഡ് ആവും. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.